നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രിക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് പോലീസിൽ കേസ് കൊടുക്കേണ്ടി വന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമെന്ന് ബൃന്ദ കാരാട്ട്. രാജ്യത്ത് പ്രധാനമന്ത്രി വിദ്വേഷം വളർത്തുന്നു. തോമസ് ഐസക്കിന്റെ പ്രചരണാർത്ഥം ബൃന്ദ കാരാട്ട് പൊൻകുന്നത്ത്. ലവ് ജിഹാദ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാന വിഷയം തന്നെയെന്ന് തുഷാർ വെള്ളാപ്പള്ളി. കോട്ടയത്ത് ഇടത് വലത് സ്ഥാനാർത്ഥികൾ ഈ വിഷയം പരിഗണിക്കുന്നില്ല. സഭകളുടെ പിന്തുണ NDAയ്ക്കുണ്ടെന്നും തുഷാർ. പരസ്യപ്രചാരണം ബുധനാഴ്ച സമാപിക്കും. പ്രചരണം മൂർധന്യത്തിൽ. പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് സ്ഥാനാർത്ഥികൾ. വാർത്തകൾ വിശദമായി. രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ വിദ്വേഷം വളർത്താൻ ശ്രമിക്കുന്ന പ്രധാനമന്ത്രിക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് പോലീസിൽ കേസ് കൊടുക്കേണ്ടി വന്നത് പാർലമെന്റിന്റെ ചരിത്രത്തിൽ ആദ്യമെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട്. പൊൻകുന്നത്ത് പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി ഡോക്ടർ TM തോമസ് ഐസക്കിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം പൊൻകുന്നത്ത് നടന്ന പൊതുയോഗത്തിൽ CPM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് എത്തി. രാജേന്ദ്ര മൈതാനിയിൽ നടന്ന പൊതുയോഗം ബൃന്ദ കാരാട്ട് ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പ് റാലിയിൽ രാജ്യത്ത് വിദ്വേഷവും വർഗീയതയും വളർത്തുന്ന രീതിയിൽ പ്രസംഗിച്ച പ്രധാനമന്ത്രിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യണമെന്നാവശ്യപ്പെട്ട് പോലീസിൽ കേസ് കൊടുക്കേണ്ടി വന്നത് പാർലമെന്റിന്റെ ചരിത്രത്തിൽ ആദ്യമായാണെന്ന് ബൃന്ദ കാരാട്ട് പറഞ്ഞു. പ്രധാനമന്ത്രിക്കും BJPക്കുമെതിരെ കർഷകരിൽ ഉണ്ടായിരുന്ന എതിർപ്പാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിന് പിന്നിലെന്നും ബൃന്ദ കാരാട്ട് പറഞ്ഞു. As the days go by, in the first phase of elections, it is very clear that the people of the Kisan belt of India, the people where Kisans have been the most targeted by Narendra Modi, in a large number of those seats, Narendra Modi and his party face definite defeat. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N. ജയരാജ്, LDF മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് MA ഷാജി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ലവ് ജിഹാദ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാന വിഷയം തന്നെയാണെന്ന് കോട്ടയം മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി. ലവ് ജിഹാദിനെ കുറിച്ച് മറ്റ് രണ്ട് സ്ഥാനാർത്ഥികളും അക്ഷരം പോലും മിണ്ടുന്നില്ല. ഈ പ്രശ്നത്തെ കാര്യമായി എടുക്കാൻ ഇടത് വലത് സ്ഥാനാർത്ഥികൾ ശ്രമിക്കുന്നില്ലെന്നും തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. സഭകളുടെ പിന്തുണ NDAയ്ക്കുണ്ടെന്നും കോട്ടയത്ത് വിജയം ഉറപ്പാണെന്നും തുഷാർ വെള്ളാപ്പള്ളി കോട്ടയത്ത് പറഞ്ഞു. ഒരു കാരണവശാലും ലവ് ജിഹാദ് വിഷയം വളരെ സജീവമായി ഇന്നും നിലനിൽക്കുന്ന വിഷയമാണ്. ഇതിനെക്കുറിച്ച് ഇപ്പം ഈ പറയുന്ന ഇലക്ഷൻ ആയതുകൊണ്ട് ആരും പറയാൻ ഈ പറയുന്ന രണ്ട് സ്ഥാനാർത്ഥികളും ഇതിനെക്കുറിച്ച് എന്താ ഒരു അക്ഷരം പോലും മിണ്ടാത്തത്? ലവ് ജിഹാദ് ഉള്ളതുകൊണ്ടല്ലേ ഈ പറയുന്ന ഇലക്ഷൻ സമയത്താണല്ലോ ഈ കേരള സ്റ്റോറി ഇടുക്കി കാണിച്ചത്. അപ്പോഴത്തേക്ക് എന്തും വേണ്ടി വിവാദമായ വിഷയമല്ലേ? അപ്പോൾ അതെങ്ങനെ വിവാദമാകാതിരിക്കുന്നത്? വളരെ വിവാദമായിട്ടുള്ള വിഷയമായിരുന്നു ലവ് ജിഹാദ്. സഭകൾ അവിടെ നിന്ന് കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പം ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് അതെന്ത് വിവാദമല്ലാത്ത സാധനം ഞാൻ എന്താ വിവാദമാക്കി കൊണ്ടുപോയി വന്ന പോലെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ലവ് ജിഹാദ് ഈ ഇലക്ഷൻ സമയത്ത് ഏറ്റവും വിവാദമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. പത്തനംതിട്ട മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി തോമസ് ഐസക്ക് കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിൽ പര്യടനം നടത്തി. എല്ലാ സ്വീകരണ കേന്ദ്രങ്ങളിലും വലിയ ജനാവലിയാണ് സ്ഥാനാർത്ഥിയെ കാത്തുനിന്നത്. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി ഡോക്ടർ TM തോമസ് ഐസക്ക് ഞായറാഴ്ച കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിൽ സ്വീകരണ പര്യടനം നടത്തി. രാവിലെ വെള്ളാവൂർ ചില്ലാക്കുന്നിൽ നിന്നും ആരംഭിച്ച പര്യടനം സെബാസ്റ്റ്യൻ കുളത്തങ്കൽ MLA ഉദ്ഘാടനം ചെയ്തു. CPI ലോക്കൽ സെക്രട്ടറി ബാബു ജോൺ അധ്യക്ഷനായി. മണിമല കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തുകളിലെ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി വൈകിട്ട് പട്ടിമറ്റത്താണ് പര്യടനം സമാപിച്ചത്. യുവതീ-യുവാക്കൾ അണിനിരന്ന നൂറുകണക്കിന് ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് സ്ഥാനാർത്ഥി ഓരോ സ്വീകരണ കേന്ദ്രത്തിലും എത്തിയത്. പുസ്തകങ്ങളും പൂക്കളും നൽകിയാണ് സ്ഥാനാർത്ഥിയെ ജനങ്ങൾ വരവേറ്റത്. നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം എതിരാളികളെ UDFനെ പരിഭ്രാന്തരാക്കിയിരിക്കുകയാണ്. നമ്മുടെ വിജയം അവർ മണക്കുകയാണ്. അതുകൊണ്ട് പുതിയൊരു പരാതിയുമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരിക്കുകയാണ്. എന്താ ആക്ഷേപം എന്നറിയാം? കുടുംബശ്രീ സംവിധാനത്തെ ദുരുപയോഗപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ 21 ദിവസമായിട്ട് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് പര്യടനത്തിലാണ് ഒരു കുടുംബശ്രീ സമ്മേളനത്തിലും പ്രസംഗിക്കാനോ ഇടപെടാനോ നേരമുണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല അതിന് ഉദ്ദേശമില്ല. പിന്നെന്താ ആക്ഷേപം? കേരളത്തിലെ എല്ലാ വനിതാ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്മാരും വനിതാ മേയർമാരും ചേർന്ന് കുടുംബശ്രീക്ക് വേണ്ടി ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വിവരിച്ചുകൊണ്ട് എന്നെ പിന്തുണക്കണമെന്ന് കുടുംബശ്രീ സഹോദരിമാരോട് ഒരു അഭ്യർത്ഥന നടത്തി. ആ അഭ്യർത്ഥന അച്ചടിച്ച് നമ്മുടെ പ്രവർത്തകര് കുടുംബശ്രീ അംഗങ്ങൾക്കിടയിലും മറ്റ് സ്ത്രീകൾക്കിടയിലും വിതരണം ചെയ്തതിനാണ് കുടുംബശ്രീ സംവിധാനത്തെ ദുരുപയോഗപ്പെടുത്തി എന്നുള്ള ആക്ഷേപമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്.
വിവിധ കേന്ദ്രങ്ങളിൽ ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ്, LDF നേതാക്കളായ KJ തോമസ്, VK കരുണാകരൻ, KM രാധാകൃഷ്ണൻ, അഡ്വക്കേറ്റ് ഗിരീഷ് എസ് നായർ, ഷമീം അഹമ്മദ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് പാല നിയോജക മണ്ഡലത്തിൽ രണ്ടാം ഘട്ട പര്യടനം നടത്തി. എലിക്കുളം പഞ്ചായത്തിലെ കൂരാലിയിൽ നിന്ന് ആരംഭിച്ച രണ്ടാം ഘട്ട പര്യടനം VT ബൽറാം ഉദ്ഘാടനം ചെയ്തു. മാണി സി കാപ്പൻ MLA അധ്യക്ഷനായി. വിവിധ കേന്ദ്രങ്ങളിലെ പ്രചരണത്തിന് ശേഷം രാമപുരത്ത് പര്യടനം സമാപിച്ചു. സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജും UDF ഘടകകക്ഷി നേതാക്കളും വിവിധയിടങ്ങളിൽ പ്രസംഗിച്ചു. കർഷകർക്ക് വേണ്ടിയും സാധാരണക്കാർക്ക് വേണ്ടിയും ഏറ്റവും കൃത്യമായ നിലപാടുകൾ ഉയർത്തി ശബ്ദിക്കാൻ കഴിയുന്ന ഒരാളാണ് നമ്മുടെ സ്ഥാനാർത്ഥി എന്ന് ഇന്നലകളിലെ അദ്ദേഹത്തിന്റെ പാർലമെന്ററി ജീവിതം നമുക്ക് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കോട്ടയത്തിന് ഏറ്റവും മികച്ച ഒരു ജനപ്രതിനിധിയായി ഇന്ത്യൻ പാർലമെന്റിൽ നമ്മുടെ ശബ്ദം മുഴക്കാൻ ഏറ്റവും അനുയോജ്യനായ ഒരു പാർലമെന്റേറിയനായി അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ കാറിടിച്ച് ഗുരുതരമായി പരിക്കേറ്റ അങ്കനവാടി അധ്യാപിക മരിച്ചു. പാലാ കണ്ണാടി ഉറുമ്പ് കളപ്പുരയ്ക്കൽ തൊട്ടിയിൽ ആശ സയനാണ് മരിച്ചത്. പാലാ നഗരസഭ 22-ാം വാർഡ് ടൗൺ അങ്കനവാടി ടീച്ചറായിരുന്നു. 2 ദിവസം മുൻപാണ് അപകടമുണ്ടായത്. പാല മൂന്നാനി ഭാഗത്ത് വെച്ചായിരുന്നു അപകടം. അപകടത്തിൽ ആശയുടെ വാരിയെല്ലുകൾ ഒടിയുകയും ആന്തരിക അവയവങ്ങൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ചേർപ്പങ്ങൽ മാർസ്ലിവ മെഡിസിറ്റിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. വിജയപുരം പഞ്ചായത്ത് ഓഫീസിലേക്ക് LDFന്റെ നേതൃത്വത്തിൽ ബഹുജന മാർച്ച് നടത്തി. CPM സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് K അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. വിജയപുരം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ പ്രതിഷേധവുമായി LDF. സ്വജനപക്ഷപാതവും അഴിമതി നിറഞ്ഞ ഭരണവുമാണ് UDF പഞ്ചായത്ത് ഭരണസമിതി നടത്തുന്നതെന്ന് ആരോപിച്ച് LDFന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് ബഹുജന മാർച്ച് നടത്തി. പാവപ്പെട്ടവർക്ക് ശുചിമുറി നിർമ്മിക്കുന്നതിനുള്ള തുക കോൺഗ്രസ് നേതാക്കളും മെമ്പർമാരും ചേർന്ന് തട്ടിയെടുത്തതായി LDF ആരോപിക്കുന്നു. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് K അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ ഇത് ആദ്യമായി പിടിക്കപ്പെട്ടപ്പോൾ ആദ്യമായിട്ട് ആരും ആരംഭിച്ചൊരു സംഭവമാണ് തെറ്റിദ്ധാരണ വേണ്ട. പിടിക്കപ്പെട്ടത് ഇപ്പോഴേ ഉള്ളൂ. യഥാർത്ഥത്തിൽ വെളുക്കുവോളം കട്ടതായിരിക്കും. നേരം വെളുത്തപ്പോൾ നമ്മൾ വിവരം അറിഞ്ഞതായിരിക്കും. അതുകൊണ്ട് എന്താണ് കോൺഗ്രസ്, എന്താണ് ഇവിടുത്തെ MLA, എന്താണ് ഇവിടുത്തെ UDFന്റെ ഭരണസമിതി, എന്താണ് ഇവിടുത്തെ കോൺഗ്രസിന്റെ പഞ്ചായത്ത് ഭരണം, ഇതെല്ലാമാണ് വ്യക്തമാക്കുന്നത്. ഞങ്ങൾ ബഹുമാനപ്പെട്ട തിരുവഞ്ചൂർ രാധാകൃഷ്ണനോട് പറയുന്നു, നിങ്ങൾ ഇതിനെക്കുറിച്ചൊരു പ്രസ്താവന നടത്തണം. നിങ്ങളുടെ നേതാക്കളെ തള്ളി പറയുമോ? തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തന്റെ 2 ജനപ്രതിനിധികളെ തള്ളി പറയുമോ? കോൺഗ്രസിന്റെ ഭരണത്തെ തള്ളി പറയുമോ? ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. CPM മണ്ഡല സെക്രട്ടറി സുമോദ് അധ്യക്ഷനായി. പോൾസൺ പീറ്റർ, ചീനിക്കുഴി രാധാകൃഷ്ണൻ, പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് PT ബിജു, ഓമനക്കുട്ടൻ, ശശിമോഹൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാലായിൽ വീണ്ടും എക്സൈസിന്റെ കഞ്ചാവ് വേട്ട. വെസ്റ്റ് ബംഗാളിൽ നിന്നും കേരളത്തിലേക്ക് വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന കഞ്ചാവുമായി അന്യസംസ്ഥാന തൊഴിലാളിയെ പാല എക്സൈസ് റേഞ്ച് ടീം അറസ്റ്റ് ചെയ്തു. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന 1/2 കിലോ കഞ്ചാവ് പിടിച്ചെടുക്കുകയും ചെയ്തു. പാലാ ടൗൺ, ചെത്തിമറ്റം, കൊട്ടാരമറ്റം ഭാഗങ്ങളിൽ വിൽപ്പന നടത്തുന്നതിന് വേണ്ടി 1/2 കിലോയോളം കഞ്ചാവ് കടത്തിക്കൊണ്ടുവരവെ വെസ്റ്റ് ബംഗാൾ ബർദുവാൻ സ്വദേശിയായ സരോവർ SK എന്നയാളെ പാലാ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. റേഞ്ച് ഇൻസ്പെക്ടർ B ദിനേശിന്റെ നേതൃത്വത്തിലുള്ള എക്സൈസ് ടീമാണ് അറസ്റ്റ് ചെയ്തത്. 1 മാസം മുൻപ് പാലാ എക്സൈസ് റേഞ്ച് ടീം നടത്തിയ റെയ്ഡിൽ 2.5 കിലോ കഞ്ചാവുമായി 2 അന്യസംസ്ഥാന തൊഴിലാളികളെ അറസ്റ്റ് ചെയ്തിരുന്നു. കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നറിയുന്നതിലേക്കും മറ്റും ഊർജ്ജസ്വലമായി അന്വേഷണങ്ങൾ നടന്നുവരികയാണ്. റെയ്ഡിൽ എക്സൈസ് ഇൻസ്പെക്ടർ ദിനേശ് D, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ഫിലിപ്പ് തോമസ്, അനീഷ് KV, പ്രിവന്റീവ് ഓഫീസർ മനു ചെറിയാൻ, സിവിൽ എക്സൈസ് ഓഫീസർ പ്രവീൺ P നായർ, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ രജനി T, സുരേഷ് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലാ. ചാമമ്പതാൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഉത്രം തിരുവുത്സവം സമാപിച്ചു. ഞായറാഴ്ച വൈകിട്ട് നടന്ന ശ്രേഷ്ഠമായ കാഴ്ചശ്രീ ബലി ദർശിക്കാൻ നിരവധി ഭക്തർ ക്ഷേത്രത്തിലെത്തി. കഴിഞ്ഞ 3 ദിവസമായി ചാമമ്പതാലിനെ ഭക്തിയിൽ ആറാടിച്ച ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ തിരുവുത്സവം സമാപിച്ചു. തിരുവുത്സവത്തോടനുബന്ധിച്ച് നടന്ന താലപ്പൊലി ഘോഷയാത്രയിൽ സ്ത്രീകളും കുട്ടികളും അടക്കം 100 കണക്കിന് ആളുകൾ പങ്കുചേർന്നു. സമാപന ദിവസമായ ഞായറാഴ്ച രാവിലെ 25 കലശവും കലശാഭിഷേകവും നടന്നു.
വൈകുന്നേരം നടന്ന കാഴ്ചശ്രീ ബലി ദർശിക്കുന്നതിനും നാടാകെ ചാമമ്പതാലിലേക്ക് ഒഴുകി. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ അസന്നിഹിത വോട്ടർമാർക്കുള്ള വോട്ടെടുപ്പിൽ 9,511 പേർ വീടുകളിൽ വോട്ട് ചെയ്തു. ഏപ്രിൽ 19 വരെയുള്ള കണക്കാണിത്. 85 വയസ്സ് പിന്നിട്ടവർക്കും ഭിന്നശേഷിക്കാർക്കുമായാണ് വീട്ടിൽ വോട്ട് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിയിരുന്നത്. 85 വയസ്സ് കഴിഞ്ഞ 7,281 പേരും ഭിന്നശേഷിക്കാരായ 2,230 പേരുമാണ് വോട്ട് ചെയ്തത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സമദൂര നിലപാട് എടുക്കുമെന്ന് ഓർത്തഡോക്സ് സഭ. സമ്മർദ്ദശക്തിയാകില്ലെന്ന് സഭാ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ പറഞ്ഞു. ജനാധിപത്യ മൂല്യവും മതേതരത്വവും സംരക്ഷിക്കുന്നവർ ജയിച്ചു വരണമെന്നാണ് സഭ ആഗ്രഹിക്കുന്നതെന്നും അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ പറഞ്ഞു. യാതൊരു കാരണവശാലും ഒരു സമ്മർദ്ദ ശക്തിയായ എന്തെങ്കിലും ബാർഗൈൻ ചെയ്ത് നേടാൻ സഭ ആഗ്രഹിക്കുന്നില്ല. ഇന്ത്യയിൽ ജനാധിപത്യം ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേടുന്ന കാലഘട്ടത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ജനാധിപത്യം സംരക്ഷിക്കപ്പെടേണ്ടത് രാജ്യത്തിന്റെ ഏറ്റവും ആവശ്യമാണ്. ഏറ്റവും വിവേകപൂർവമായി സഭയ്ക്ക് നേരിട്ടിട്ടുള്ളതായ പ്രയാസങ്ങളെയും വെല്ലുവിളികളെയും യുക്തിസഹജമായി വിലയിരുത്തി വോട്ട് ചെയ്യുവാൻ മലങ്കര ഓർത്തഡോക്സ് സഭാമക്കളായ എല്ലാവർക്കും അതിനുള്ള പ്രാപ്തിയുണ്ട്. അതനുസരിച്ച് അവർ തെരഞ്ഞെടുപ്പിൽ പ്രതികരിക്കും. വനത്തിലെത്തിച്ച് മദ്യം നൽകിയ ശേഷം ആസിഡ് ഒഴിച്ചതിനെ തുടർന്ന് പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ആനിക്കാട് മുക്കാലെ പാണാമ്പടം വീട്ടിൽ സുമിത് പി.കെയാണ് മരിച്ചത്. ഏപ്രിൽ 13-നുണ്ടായ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ സുമിത് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കേസിൽ അറസ്റ്റിലായ ഇടുക്കി അയ്യപ്പൻകോവിൽ പരപ്പ് ഭാഗത്ത് വെട്ടുകുഴിയിൽ സാബു ദേവസ്യ, കൊടുങ്ങൂർ പാണപ്പുഴ ഭാഗത്ത് പടന്നമാക്കൽ പ്രസീദ് ജി എന്നിവർ നിലവിൽ റിമാൻഡിലാണ്. ഒരുമിച്ച് വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു ഇവർ. ഇരുവരും ചേർന്ന് സുമിത്തിനെ പൊന്തൻപുഴ വനത്തിൽ എത്തിച്ച് മദ്യം നൽകിയ ശേഷം മുഖത്ത് ആസിഡ് ഒഴിക്കുകയായിരുന്നു. പാലാ നഗരത്തിലൂടെ ഒഴുകി മീനച്ചിലാറ്റിൽ ചേരുന്ന ലാലം തോട് മാലിന്യം നിറഞ്ഞ് ദുർഗന്ധം വമിക്കുന്നു. ടൗണിലെ വിവിധ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുള്ള മാലിന്യം തോട്ടിലേക്കാണ് ഒഴുക്കിവിടുന്നത്. മീനച്ചിലാറിന്റെ കൈവഴിയായ ലാലം തോടാണിത്. പാലാ മാർക്കറ്റ് ജംഗ്ഷൻ മുതൽ നഗരസഭാ ഓഫീസിനോട് ചേർന്നുള്ള ഭാഗം ഉൾപ്പെടെ ബസ് സ്റ്റാൻഡിനോട് ചേരുന്നിടം വരെയുള്ള ഭാഗത്താണ് മാലിന്യം വൻതോതിൽ അടിഞ്ഞുകൂടുന്നത്. വിവിധ സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള മാലിന്യം ലാലം തോട്ടിലേക്ക് തള്ളുന്നതാണ് ദുർഗന്ധത്തിന് കാരണം. നഗരസഭാ ഓഫീസിന് സമീപത്തുള്ള ഭാഗങ്ങളിൽ സ്ഥിതി രൂക്ഷമാണ്. ഇവിടെ പാലത്തിനടിയിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള മാലിന്യങ്ങളടക്കമാണ് നിറഞ്ഞുകിടക്കുന്നത്. തെർമോക്കോളും കുപ്പികളും അടക്കമുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഇക്കൂട്ടത്തിലുണ്ട്. നഗരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെറിയ മഴ കൂടി പെയ്തതോടെ ജലനിരപ്പ് ഉയർന്നിരുന്നു. അടിഞ്ഞുകൂടിയ മാലിന്യം മീനച്ചിലാറ്റിലേക്ക് ഒഴുകിയെത്തുകയാണ്. ലാലം ജംഗ്ഷനിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തോട് ചേർന്നുള്ള ഭാഗത്തു നിന്നും മാലിന്യം ആറ്റിലേക്ക് തള്ളുന്നുണ്ട്. വേനൽ രൂക്ഷമായതിനാൽ വെള്ളമൊഴുക്ക് നിലച്ചപ്പോൾ വെള്ളം കൊഴുത്ത് കറുത്ത നിറത്തിലുമായി. വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും മാലിന്യ ശേഖരണത്തിന് സംവിധാനമുണ്ടെങ്കിലും തോട്ടിൽ മാലിന്യം തള്ളുന്നത് അവസാനിക്കുന്നില്ല. ലാലം തോട് മീനച്ചിലാറിനോട് ചേരുന്ന ഭാഗത്ത് വലിയ പാലത്തിനടിയിലുള്ള തടയിണയിലെ വെള്ളമാണ് വാട്ടർ അതോറിറ്റി പമ്പിംഗ് നടത്തുന്നത്. ആറ്റിലും ലാളം തോട്ടിലും മാലിന്യം തള്ളുന്നത് തടയാൻ ക്യാമറകൾ സ്ഥാപിച്ചെങ്കിലും പദ്ധതി ഫലപ്രദമായില്ല. തോട്ടിൽ മാലിന്യം തള്ളുന്നത് തടയാൻ കർശന നടപടിയെടുക്കണമെന്ന് പൊതുപ്രവർത്തകനായ ജോയി കളരിക്കൽ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പാലാ. ഫ്രാൻസിസ് ജോർജിനായി വോട്ട് ചോദിച്ച് മോഹൻലാലും ഭീമൻ രഘുവും. ഫ്രാൻസിസ് ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് അപരന്മാർ വോട്ട് പിടിക്കാൻ ഇറങ്ങിയത്. UDF കോട്ടയം മണ്ഡലം സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം സിനിമാ താരങ്ങളുടെ അപരന്മാർ വോട്ട് പിടിക്കാൻ ഇറങ്ങി. കേരള ഡെമോക്രാറ്റിക് പാർട്ടിയുടെ കലാജാഥയാണ് ജയഭേരി എന്ന തലക്കെട്ടിൽ പാലാ നിയോജക മണ്ഡലത്തിലെ മലയോര മേഖലയിൽ പ്രചരണം നടത്തിയത്. സ്വപ്നങ്ങളുണരും ഉന്മാദലഹരി സ്വപ്നങ്ങളുണരും ഉന്മാദ
മാണി സി കാപ്പൻ MLA നേതൃത്വം നൽകുന്ന സംഘത്തിൽ മൺമറഞ്ഞ അനശ്വര നടനായ ജയനും നാടൻ പാട്ടിന്റെ രാജാവായ കലാഭവൻ മണിയും വേദിയിലെത്തി. ആഘോഷ പരിപാടികൾക്ക് കൊഴുപ്പേകുവാൻ ജയഭേരിയിലെ കലാകാരന്മാരുടെ സ്കിറ്റുമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലാ. അറിയിപ്പ്: പനമറ്റം ദേശീയ വായനശാലയിൽ അവധിക്കാല പരിപാടിയുടെ ഭാഗമായി സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ആരംഭിക്കും. 5 മുതൽ 8 വരെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ക്ലാസ്സിൽ പങ്കെടുക്കാം. ചേരാൻ താൽപ്പര്യമുള്ളവർ പേര് രജിസ്റ്റർ ചെയ്യണം. ഫോൺ 9495395461. കോട്ടയം ചിൽഡ്രൻസ് ലൈബ്രറിയിൽ പ്രവർത്തിക്കുന്ന SBI ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ ജില്ലയിൽപ്പെട്ട തൊഴിൽ രഹിതരായ 18നും 45നും ഇടയിൽ പ്രായമുള്ള യുവതീ യുവാക്കൾക്കായി സൗജന്യ തൊഴിൽ പരിശീലനം നൽകുന്നു. 29 മുതൽ ബ്യൂട്ടി പാർലർ മാനേജ്മെന്റ് കോഴ്സിലേക്കാണ് പരിശീലനം. ഒപ്പം ബാങ്ക് വായ്പ ലഭിക്കാനുള്ള സാങ്കേതിക സഹായവും നൽകും. രജിസ്റ്റർ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ 26 മുമ്പ് താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടണം. ഫോൺ 048123033307. ചങ്ങനാശ്ശേരി SB കോളേജിൽ സോഷ്യൽ വർക്ക്, പൊളിറ്റിക്കൽ സയൻസ്, ഹിസ്റ്ററി, സൈക്കോളജി, ഹിന്ദി വിഭാഗത്തിൽ ഗസ്റ്റ് ലെക്ചററെ ആവശ്യമുണ്ട്. അപേക്ഷകർ ഡെപ്യൂട്ടി DCE കോട്ടയം ഗസ്റ്റ് പാനലിൽ പേര് രജിസ്റ്റർ ചെയ്തവരായിരിക്കണം. PhD നെറ്റ് യോഗ്യതയുള്ളവർക്ക് മുൻഗണന. താൽപ്പര്യമുള്ളവർ www.sbcollege.ac.in എന്ന കോളേജ് വെബ്സൈറ്റിൽ ലഭിക്കുന്ന അപേക്ഷാ ഫോറം പൂരിപ്പിച്ച് കോട്ടയം ഗസ്റ്റ് പാനലിൽ പേര് രജിസ്റ്റർ ചെയ്ത സർട്ടിഫിക്കറ്റ്, യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സഹിതം office@sbcollege.ac.in എന്ന ഇമെയിലിൽ 30 മുമ്പ് അയക്കണം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാനമന്ത്രിക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് പോലീസിൽ കേസ് കൊടുക്കേണ്ടി വന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമെന്ന് ബൃന്ദ കാരാട്ട്. രാജ്യത്ത് പ്രധാനമന്ത്രി വിദ്വേഷം വളർത്തുന്നു. തോമസ് ഐസക്കിന്റെ പ്രചരണാർത്ഥം ബൃന്ദ കാരാട്ട് പൊൻകുന്നത്ത്. ലവ് ജിഹാദ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാന വിഷയം തന്നെയെന്ന് തുഷാർ വെള്ളാപ്പള്ളി. കോട്ടയത്ത് ഇടത് വലത് സ്ഥാനാർത്ഥികൾ ഈ വിഷയം പരിഗണിക്കുന്നില്ല. സഭകളുടെ പിന്തുണ NDAയ്ക്കുണ്ടെന്നും തുഷാർ. പരസ്യപ്രചാരണം ബുധനാഴ്ച സമാപിക്കും. പ്രചരണം മൂർധന്യത്തിൽ. പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് സ്ഥാനാർത്ഥികൾ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.